വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 13 കിലോമീറ്റർ അകലെയാണ് അമ്പൂത്തി മല. ഈ മലയുടെ മുകളിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000-ഓളം അടി ഉയരത്തിൽ മനുഷ്യനിർമ്മിതമല്ലാത്ത എടക്കൽ ഗുഹയുള്ളത്. 1890-ൽ അന്നത്തെ മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റ് വയനാടൻ കാടുകളിലൂടെയുള്ള വേട്ടയാടൽ യാത്രക്കിടയിലാണ് എടക്കൽ മലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി എടക്കൽ പാറക്കെട്ട് അദ്ദേഹം കണ്ടെത്തിയത്. വാഹനം പാർക്ക് ചെയ്തിട്ട് 1 കിലോമീറ്ററോളം നടക്കണം മലയുടെ അടിവാരത്തെത്താൻ. മലയുടെ അടിവാരത്തായാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്ത് എടക്കൽ ഗുഹയിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കാം. എടക്കൽ ഗുഹകളിലേക്കുള്ള യാത്ര ഭൂതകാലത്തിലേക്കുള്ള സഞ്ചാരം കൂടിയാണ്. നമ്മുടെ പൂർവികരുടെ ജീവിത രീതിയിലേക്ക് വെളിച്ചം വീശുന്ന വിലപ്പെട്ട വിവരങ്ങളാണ് ഈ ഗുഹയുടെ ചുവരുകളിൽ കൊത്തിയിട്ടിരിക്കുന്നത്. താഴെയും മുകളിലുമായി 2 ഗുഹകൾ ചേരുന്നതാണ് എടക്കൽ ഗുഹ. മലയുടെ അടിവാരത്തു നിന്നും മുകളിലത്തെ ഗുഹയിലേക്ക് എത്താനായി കുത്തനെയുള്ള 300 പടികൾ കയറണം. എടക്കൽ ഗുഹയ്ക്കുള്ളിലെ കൊത്തുപണികൾ ഇവിടെ ചരിത്രാതീത കാലത്ത് മനുഷ്യവാസം ഉണ്ടായിരുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. ഗുഹാ സമുച്ചയത്തിലെ ആദ്യത്തെ ഗുഹയിലേക്കുള്ള പ്രവേശന കവാടമാണിത്. കൂറ്റൻ പാറകൾക്കിടയിലൂടെ കഷ്ടിത്തൊരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഇടുങ്ങിയ വഴിയാണിത്. അങ്ങനെ എടക്കൽ ഗുഹാ സമുച്ചയത്തിലെ ആദ്യത്തെ ഗുഹയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലായി ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന രീതിയിൽ ഒരു കൂറ്റൻ പാറയാണ് നിൽക്കുന്നത്. ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറയിൽ ഒതുങ്ങുന്നതല്ല ആ പാറയുടെ വലിപ്പം. നമ്മൾ പറഞ്ഞു കേട്ടതോ ഈ വീഡിയോയിൽ കാണുന്നതോ ഒന്നുമല്ല എടക്കൽ ഗുഹ എന്ന പ്രകൃതി വിസ്മയം. അത് നേരിൽ കണ്ടു തന്നെ അറിയണം. ഈ പാറയുടെ മുകളിലായിട്ടാണ് എടക്കൽ ഗുഹയിലെ അടുത്ത പ്രധാന ഗുഹയുള്ളത്. എടക്കൽ ഗുഹകളിലേക്കുള്ള ട്രക്കിംഗ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ മുട്ടുകാൽ താടിയിൽ മുട്ടുന്ന രീതിയിലുള്ള കുത്തനെയുള്ള പടികളാണ് മുകളിലേക്കുള്ളത്. ശിലായുഗത്തിലെ കൊത്തുപണികൾ കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് എടക്കൽ ഗുഹ. ചരിത്രകാരന്മാർക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് ഇവിടം. ഇവിടുത്തെ കൊത്തുപണികൾ നിയോലിത്തിക്, മെസോലിത്തിക് കാലഘട്ടങ്ങളിൽ ഉള്ളതാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇവിടുത്തെ കൊത്തുപണികൾക്ക് ഏകദേശം 6000-ഓളം വർഷം പഴക്കം കണക്കാക്കുന്നു. ഇപ്പോൾ മുകളിലത്തെ ഗുഹയുടെ കവാടത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് നിരപ്പായ സ്ഥലമുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് വിശ്രമിക്കാം. 2 കൂറ്റൻ പാറകൾക്ക് മുകളിൽ മറ്റൊരു വലിയ പാറ വീണ് രൂപപ്പെട്ടതാണ് എടക്കൽ ഗുഹ എന്നാണ് പറയപ്പെടുന്നത്. ഇടയിലെ കല്ല് എന്ന പേരാണ് പിന്നീട് എടക്കൽ ആയി മാറിയത് എന്നാണ് പഴമക്കാർ പറയുന്നത്. ഇനി എടക്കലിലെ പ്രധാന ഗുഹയിലേക്കാണ് ഇറങ്ങുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മനുഷ്യൻ വസിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടുത്തെ പാറയിലെ കൊത്തുപണികൾ. ഇവിടുത്തെ കൊത്തുപണികൾക്ക് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധമുള്ളതായി ചരിത്രകാരന്മാർ പറയുന്നു. ഇവിടുത്തെ കൊത്തുപണികളിലെ വ്യത്യസ്തത ഇവിടെ പല കാലങ്ങളിൽ ആളുകൾ താമസിച്ചതിന്റെ തെളിവുകളാണ്. ശിലായുഗത്തിലെ കൊത്തുപണികൾ കണ്ടെത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് എടക്കൽ. ആൾ രൂപങ്ങളും ചക്രങ്ങളും മൃഗങ്ങളുടെ ചിത്രങ്ങളുമാണ് ഈ പാറകളിൽ കൊത്തിയിട്ടിരിക്കുന്നത്. ചരിത്രകാരന്മാർക്ക് ആശ്ചര്യവും അത്ഭുതവും ജനിപ്പിക്കുന്നതാണ് ഇവിടുത്തെ കൊത്തുപണികൾ. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഈ ഗുഹയ്ക്കുള്ളിൽ ഒട്ടും ചൂട് അനുഭവപ്പെടുന്നില്ല. നമ്മുടെ തലയ്ക്ക് മുകളിലായി ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന രീതിയിൽ നിൽക്കുന്ന കൂറ്റൻ പാറകൾ കാണാം. എടക്കൽ ഗുഹകളിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരിക്കും. കൊടൈക്കനാലിലെ ഗുണ കേവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു അഗാധമായ പാറയിടുക്കുണ്ട് ഇവിടെ. ഇതാണ് വയനാട്ടിലെ ഗുണ കേവ്. ഓരോ യാത്രകളും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും നൽകുന്നു. എത്രയെത്ര കാഴ്ചകളാണ് പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. യാത്രകൾ സന്തോഷകരമാക്കുവാനായി ലഹരി വസ്തുക്കൾ കഴിവതും ഒഴിവാക്കുക. യാത്ര തന്നെയല്ലേ ഏറ്റവും വലിയ ലഹരി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക.